സാറേ സാറേ ആ പ്രശ്നമായി സാറേ. വിനുവിന്റെ പ്രശ്നം വേറെയാണ്. ഞാൻ അതിന് ഇരയായി ഞാൻ നിന്ന് തരുന്നില്ല. എന്താ തനിക്ക് പേടി തോന്നുന്നുണ്ടോ? ഏയ് പേടി ഉണ്ടായിട്ടൊന്നുമല്ല, തടി കൂടിയത് കൊണ്ട് പഴയതുപോലെ ഓടാൻ പറ്റില്ല, അതുകൊണ്ടാ. ഞാൻ വളരെ കൃത്യതയോടെ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഒന്നും ആവർത്തിച്ച് പറയുന്നു, അത് വിനു ഒന്നുകൂടി കേൾക്കണം. ശശിയേ, നല്ല ഇടി വെട്ടുന്ന ലക്ഷണം ഉണ്ടല്ലോ. ഒരു പാമ്പ് കടി കൂടി പ്രതീക്ഷിച്ചോ? ഹണി റോസിന്റെ ഡ്രസ്സ് ആ രീതിയിൽ ആഭാസ ഡ്രസ്സ് ധരിച്ചു വരാൻ അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഹണി റോസ് പറയുമ്പോഴും ആ ഡ്രസ്സ് ആഭാസമാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം വളരെ വ്യക്തമായി കൂടെ രാഹുൽ ഈശ്വറിനുണ്ട്. എന്ന് തറപ്പിച്ച് പറയരുത്, ഇതിന് രണ്ട് വശങ്ങളുണ്ടല്ലോ. മറുഭാഗത്തു നിന്നുകൂടി നമ്മൾ ചിന്തിച്ചു നോക്കണം. അല്ല, അത് ആ സ്ത്രീയെ അധിക്ഷേപിക്കുകയാണ്. എന്താണ് ശ്രീ നാസർ ഫൈസി കൂടത്തായി പറയുന്നത്? ശാന്തമ്മനെ കുറിച്ച് പറഞ്ഞപ്പോ ഇവനെന്താ ഇത്ര ആഭാസ ഡ്രസ്സാണ് എന്ന് ഒരു സ്ത്രീയെ നോക്കി പറഞ്ഞാൽ അയാള് ഒരു കുറ്റം ചെയ്യുകയാണ്. അതറിയാനുള്ള നിയമബോധം പോലും ശ്രീ നാസർ ഫൈസി കൂടത്തായിക്കില്ലേ? നിങ്ങൾക്കെതിരെ കേസുണ്ടാവും. വെറുതെ അനാവശ്യം പറയരുത്. എന്റെ കേസ് നടത്താനും മോനെ, എന്താണ് നിന്റെ പ്രശ്നം? എന്റെ തൊലിക്കട്ടി വിനു പരിശോധിക്കണ്ട, അത് നിങ്ങൾ പരിശോധിക്കാൻ പറ്റുമോ? സ്ത്രീ ആഭാസ ഡ്രസ്സ് ധരിച്ചാൽ ആഭാസമാണ്, പുരുഷൻ ആഭാസ ഡ്രസ്സ് ധരിച്ചാൽ ആഭാസമാണ്. അത് പറയാനുള്ള പുരുഷന്റെ ഡ്രസ്സ് മാന്യമായിരിക്കണം, സ്ത്രീയുടെ ഡ്രസ്സ് മാന്യമായിരിക്കണം. പുരുഷന്റേതായ ടീഷർട്ട് ധരിച്ച് അവർ വ്യായാമങ്ങളിൽ ഏർപ്പെടട്ടെ. സ്ത്രീകൾ അവരുടെ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് അവർ ഏർപ്പെടട്ടെ. അവർ രണ്ടും രണ്ട് ക്യാമ്പിൽ വെച്ചുകൊണ്ടാവട്ടെ. സാനിയ മിർസ ടെന്നീസ് കളിച്ചിരുന്നു. അവർ നിങ്ങൾ പറയുന്ന മതശാസനയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ വേഷമുള്ള ഈ കളി ഉപേക്ഷിക്കണമായിരുന്നോ? അല്ലെങ്കിൽ ഗാലറിയിൽ ആരുമില്ലാത്ത സമയത്ത് മാത്രം ടെന്നീസ് കളിക്കണമായിരുന്നോ? ആ ഡ്രസ്സ്, അത്തരം ഡ്രസ്സുകൾ ധരിച്ച് വരരുത് എന്ന് മുസ്ലിം സ്ത്രീകളെ ഉപദേശിക്കാനുള്ള മാന്യമായ അർഹത മുസ്ലിം പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് അവർ പറയുന്നത് ഉൾക്കൊള്ളുന്നവരോട് മാത്രമേ ബാധകമാവുകയുള്ളൂ.